ഹലോ ഫ്രണ്ട്സ്, ഉഷ ക്രാഫ്റ്റ്സിലേക്ക് സ്വാഗതം. ഇന്നൊരു കപ്പയ്ക്ക ഉപ്പേരി ഉണ്ടാക്കാം. കപ്പയ്ക്ക നമ്മൾ അധികം അങ്ങനെ ഉപ്പേരി ഉണ്ടാക്കാറില്ല. നമുക്ക് ഉണ്ടാക്കി നോക്കാം. നല്ല ടേസ്റ്റാണിത്. ഇത് ഇത്രയും നീളത്തിന് കഷ്ണങ്ങളാക്കി എടുക്കാം. കപ്പയ്ക്കയെല്ലാം നന്നായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഈ ഘനത്തിലാണ് അരിഞ്ഞത്. ഇനി ഇതിനെ ഒന്ന് വാട്ടിയെടുക്കാം. വെള്ളം തിളപ്പിക്കാൻ വെച്ചു. ഒരു 5 മിനിറ്റ് ഒന്ന് തിളച്ച വെള്ളത്തിലിട്ടൊന്ന് എടുക്കണം. വെള്ളം തിളച്ചു തുടങ്ങി. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇതിനകത്തൊന്ന് ഉപ്പ് പിടിക്കാൻ വേണ്ടി മാത്രം. നമുക്ക് വേറെ ഉപ്പ് ചേർക്കണം. ഇതകത്തോട്ട് പിടിക്കാൻ വേണ്ടി മാത്രം. ഇത് നല്ല കപ്പയ്ക്കയാണ്. ഇത് പഴുത്തെന്ന് തോന്നും. പഴുത്തതല്ല, പച്ച കപ്പയ്ക്കയാണ്. കളർ ഇങ്ങനത്തെ ഉള്ളൂ. ഇതിവിടെ ഉണ്ടായതാണ്. കുറേ നിപ്പുണ്ട്. എന്ത് ചെയ്യണോന്ന് അറിഞ്ഞൂടാ. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിക്കാന്ന് വിചാരിച്ചു. ഒന്ന് ഇളക്കി കൊടുക്കാം. പൊട്ടറ്റോ ചിപ്സ് ഒക്കെ നമുക്ക് ഇറച്ചിയിലൂടെ കിട്ടൂലേ, അതുപോലെ ഇരിക്കും ഇത്. അഞ്ച് മിനിറ്റ് കിടന്നോട്ടെ. ഇനി ഇതിന് ആവശ്യത്തിനുള്ള കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. പൊരിച്ചെടുക്കാൻ ആവശ്യത്തിനുള്ള കോൺഫ്ലവർ ചേർത്താൽ മതി. ഇത് കോട്ടിങ്ങിന് ആവശ്യത്തിന്. നമുക്കിത് പുരട്ടി നോക്കുമ്പോൾ അറിയാം എത്ര വേണമെന്ന്. അപ്പം ഞാൻ 2 സ്പൂൺ ഇട്ടിട്ടുണ്ട്. ഒന്ന് കോട്ടായി ഇരുന്നാൽ മതി. ആവശ്യത്തിന് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കണം. നമ്മൾ നേരത്തെ കുറച്ച് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ബാക്കി ഉപ്പ് വേണം ഇപ്പോൾ ചേർക്കാൻ. കുറച്ചിട്ടാൽ മതി. രണ്ട് സ്പൂൺ മതിയാവും. അര സ്പൂൺ മുളക് പൊടി ചേർക്കാം. ഒരു മിനിറ്റ് ഒന്ന് ഇരുന്നോട്ടെ. കോട്ടിങ് കറക്റ്റായി. നമുക്കിനി വറുത്തെടുക്കാം. കുറച്ചായിട്ടിട്ട് വറുത്തെടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. കുറച്ചിട്ട് കൊടുക്കാം. ഒന്ന് നന്നായിട്ട് ഇട്ട് കൊടുക്കാം.
കുറച്ചും കൂട്ടിയും കൊടുക്കണം തീ, അല്ലെ പെട്ടെന്ന് ഉള്ളു വേവാതെ പുറം കരിഞ്ഞു പോവും. ഇത് 1/4 ഭാഗം ആയിട്ടുണ്ട്. ഇതൊന്ന് മാറ്റി വയ്ക്കാം. എല്ലാം ചെയ്തതിന് ശേഷം ഒന്നുകൂടെ വറുത്തെടുക്കാം. അടുത്ത ബാച്ച് ഇട്ട് കൊടുക്കാം. മൂന്ന് ബാച്ചായിട്ടാണ് അത് വറുത്തത്. ഇതൊന്ന് തണുത്തു. ഇനി നമുക്ക് ഒന്നുകൂടെ ഒന്ന് വറുത്തെടുക്കാം. അപ്പൊ നല്ല ക്രിസ്പിയാവും. നല്ല ക്രിസ്പിയായി. നമുക്കിത് മാറ്റി വയ്ക്കാം. ഇത് ഇത്ര നല്ല ക്രിസ്പിയാണ്. സൗണ്ട് കേട്ടാൽ അറിയാം. നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ.